ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആമി എങ്ങോട്ടേക്കാണെന്നറിയോ? അമ്മേനെ ഇങ്ങനെ ധൃതി പിടിച്ച് വിളിച്ചോണ്ട് വന്നേ. നമുക്ക് അവളോട് തന്നെ ചോദിക്കാം. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ആനേനെ കാണാൻ വേണ്ടി പോവാണ്. ആമിക്ക് ആനേനെ ഭയങ്കര ഇഷ്ടം, അതുകൊണ്ടാണ് അവളിങ്ങനെ ധൃതി പിടിച്ച് പോണത്. വലിയാണ് ഇങ്ങോട്ട് നിൽക്കുന്ന ആനേനെ കാണുമ്പോ നമുക്ക് ആ വാലിട്ട് വാലിട്ട് ആനക്ക് ദേഷ്യം വെക്കും. അതെന്താ അതെന്താ ആനയാണ് ഇഷ്ടമായി അമ്മക്ക്. എവിടെ ആന? എവിടെ? അത് ആനയാ? ആന. അങ്ങനെ ആമിയും ജെനിയും ആനേനെ കണ്ടു. ജെനി എല്ലാവരെയും വിളിച്ചിട്ട് ആനേനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കൊമ്പനാന കുട്ടപ്പന്റെ പാലാണത്. പിന്നെന്താണ് കൊമ്പനാനക്ക്? കൊമ്പ് എവിടെ? കൊമ്പ് എവിടെ? അവിടെ ഉള്ളത് കൊമ്പ്. അപ്പൊ തുമ്പിക്കൈ എവിടെ? തുമ്പിക്കൈ എങ്ങനെയാട്ടാ? തുമ്പിക്കൈ എങ്ങനെയാട്ടാ? ഓ, അങ്ങനെ ആട്ടല്ലേ. ആമയാണെങ്കിൽ ആനേനെ കണ്ട സന്തോഷത്തിൽ കുറെ പാട്ട് പാടുന്നുണ്ട്, കുറെ ഗോഷ്ടിയും കാണിക്കുന്നുണ്ട്. അച്ഛമ്മയ്ക്കാണെങ്കിൽ ആനേനെ ഭയങ്കര പേടിയാണ്, കണ്ടില്ലേ നിൽക്കുന്നത്. അപ്പോഴും അവളുടെ ഗോഷ്ടി തീർന്നില്ല. ജെനിയാണെങ്കിലോ അത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ വന്നത് വളയനാട് കാവിലാണ്. ഇവിടെ നവരാത്രി ഉത്സവത്തിന് വേണ്ടി വന്നതാണ്. ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ വന്നപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ഇപ്പോൾ ആനയില്ല, നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ ആനേനെ കാണാം. അതുകൊണ്ടാണ് ആമീനെ ആനേനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും വന്നത്. ആമീനെ വിളിച്ചിട്ടും വരുന്നില്ല. അച്ഛനും കൊച്ചനും പറഞ്ഞു അവിടെ വേറെ വെള്ളാന ഉണ്ടായിരുന്നു. എന്നിട്ടും ആമി വരുന്നില്ല. ആര് വിളിച്ചിട്ടും ആമി വരുന്നില്ല. അവസാനം കരച്ചിലായി, ബഹളായി. പിന്നെ അച്ഛൻ അവളെ പൊക്കി എടുത്തിട്ട് കൊണ്ടുപോയി. ജെനിയാണെങ്കിൽ ആമി ഇതിനെ വെയിറ്റ് ചെയ്ത് അവസാനം അവൾക്ക് ഉറക്കം വന്നു. അവിടെ ഞങ്ങൾ വേഗം ഇറങ്ങി. പിന്നെ ഞങ്ങൾ അവിടുത്തെ ചന്തയിൽ പോയി. അവിടെ കുറേ ശർക്കര ജിലേബി, ചോക്ക് മിഠായി, പഞ്ഞി മിഠായി, പൊരി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് സാധനം വാങ്ങിയിട്ട് അവിടുന്ന് വേഗം ഇറങ്ങി. അവിടെ നല്ല ചൂടുള്ള കോളിഫ്ലവർ പൊരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും അത് കഴിക്കാൻ തോന്നി. ഒന്നിലെ സോസ് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അച്ഛൻ ആമിക്കും ജെനിക്കും ബോൾ വാങ്ങിച്ചു കൊടുത്തു. ഒന്ന് റോസും ഒന്ന് പച്ചയും. പക്ഷേ ജെനീൻ്റെ ബോൾ എൻ്റെ കയ്യിലായിരുന്നു. നല്ല രസമുണ്ട് അത് കാണാൻ. പിന്നെ അമ്പലത്തിൽ നവരാത്രി പ്രോഗ്രാം ഉണ്ടായിരുന്നു, നല്ല ചെണ്ടമേളം. പിന്നെ ഞങ്ങളത് കുറച്ച് നേരം കണ്ടു നിന്നു. ഭക്ഷണം കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക്.